വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം അത് കേട്ടയാൾക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന സങ്കടങ്ങളേ ഉള്ളൂ പലർക്കും. പക്ഷേ അതൊന്ന് കേൾക്കാൻ പോലും ആളില്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നിൽ ആളുണ്ടെന്ന വിശ്വാസത്തിൽ ഒരിക്കലും നടക്കരുത്. വീണു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്മാറുന്നവരാണ് ഏറെയും. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത ഉണ്ടെങ്കിൽ കണ്ണിന് കാഴ്ചയും മനസ്സിന് ശക്തിയും കിട്ടും. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ മരണശേഷം അവരുടെ ആത്മാവിന് മോക്ഷം തേടുന്ന മക്കളാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശക്കാർ. തോൽവിക്ക് ശേഷം പുതിയ തുടക്കത്തെ ഭയപ്പെടരുത്. ഇത്തവണ നിങ്ങൾ പൂജ്യത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കഠിനാധ്വാനം ചെയ്ത് വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. നമ്മുടെ സന്തോഷം കെടുത്താൻ വന്ന പാഴ്വാക്കുകളായി തള്ളിക്കളയുക. സന്തോഷിക്കേണ്ട നിമിഷങ്ങളിൽ സന്തോഷിക്കുക, അഭിമാനിക്കുക. ഇനിയും നേടാനുണ്ടേറെ. ജീവിതത്തിൽ നമ്മെ വേണ്ടാത്ത മനുഷ്യരെ ഒഴിവാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവരായി തുടരാനൊന്നും കഴിയില്ല എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യവുമാണ്. പിന്നീട് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കാതെ പോയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനുള്ളത് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. നമുക്ക് സ്നേഹിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന കൈകളിൽ എത്തുമ്പോഴാണ് സ്നേഹമെന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടനായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു. മഴ എത്ര കൊണ്ടിട്ടും നനയാതെ നിൽക്കുന്ന ചേമ്പില പോലെയാണ് ചിലർ. നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചാലും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നവർ. ഒഴിവ് കഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാക്കുന്നു, പക്ഷെ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയാമോ? നമ്മുടെ ആഗ്രഹങ്ങൾക്കോ സ്നേഹത്തിനോ നമ്മുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും തരാത്തവരെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ്റെ ആരോഗ്യമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അവനെ വിട്ടുപോകുന്ന ദിവസം അത് എല്ലാ ബന്ധങ്ങൾക്കും ഭാരമായി മാറുന്നു.